അങ്ങനെ കാറും കോളും ഒഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഒറ്റ തന്ത്രം കൊണ്ട് ഒരുപക്ഷെ തകർന്നു പോകാവുന്നതിന്റെ വക്കിൽ നിന്നാണ് കർണാടക കോൺഗ്രസ് ഇപ്പോൾ കരകയറിയത് എന്ന് പറയാം. അവസാന നിമിഷം സോണിയാഗാന്ധി ഇറങ്ങേണ്ടി വന്നു കർണാടകയിലെ ആ പ്രതിസന്ധി നീക്കാൻ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും തമ്മിലുള്ള കോൺഗ്രസ് പാർട്ടിക്കകത്തെ നേതൃത്വപരമായ സംഘർഷം പുതിയൊരു ഫോർമുലയിലൂടെയാണ് തുടച്ചു നീക്കപ്പെട്ടത്. എങ്കിലും ഡൽഹിയിലെ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് ശേഷം മാത്രമേ അന്തിമ ചിത്രം പുറത്തുവരൂ. കർണാടകയിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി അടുത്ത കാലത്തായിട്ട് ബന്ധം വഷളായിരുന്ന ഇരു നേതാക്കൾക്കും ഇടയിൽ ഒരു സമവായം രൂപപ്പെട്ടതാണ് അവസാനം വരുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല, സിദ്ധരാമയെ DK ശിവകുമാർ സന്ദർശിച്ചത് മഞ്ഞൊരുക്കത്തിന്റെ ചില സൂചനകൾ നൽകുന്നു. ഇരുവരുടെയും കൂടിക്കാഴ്ചയാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സഹായിച്ചത് എന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. ഒത്തുതീർപ്പ് കൂടിക്കാഴ്ചയുടെ ഭാഗമായി പുതിയൊരു ഫോർമുല രൂപപ്പെട്ടു എന്ന വിവരങ്ങളും പുറത്തു വരികയാണ്. DK ശിവകുമാർ പാർട്ടിയിലും സംസ്ഥാന അധികാരത്തിലും കൂടുതൽ പ്രധാന സ്ഥാനം ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് വിശകലന വിദഗ്ധർ വിലയിരുത്തുന്നത്. അവർ പരാമർശിക്കുന്നത് പോലെ ശിവകുമാർ ശാന്തത പാലിക്കുകയും അധികാര കൈമാറ്റം സംഭവിക്കുന്നതുവരെ ഉപമുഖ്യമന്ത്രിയെ തുടരുകയും ചെയ്യും എന്ന് തന്നെയാണ് ഒത്തുതീർപ്പ് ഫോർമുലയുടെ പ്രധാന ആവശ്യം. ഇതിന് പകരമായി കൂടുതൽ മന്ത്രിസഭാ വകുപ്പുകൾ ശിവകുമാറിന്റെ വിശ്വസ്തർക്ക് ലഭിക്കുകയും അദ്ദേഹം കർണാടക കോൺഗ്രസ് മേധാവിയായി തുടരുകയും ചെയ്യും. തുടർന്ന് 2028 തെരഞ്ഞെടുപ്പിൽ സിദ്ധരാമയ്യ ശിവകുമാറിന്റെ നേതൃത്വത്തെ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഒരു സമഗ്ര അട്ടിമറി നടത്താൻ ശിവകുമാറിന് ആവശ്യത്തിന് അംഗബലം ഇല്ലാത്തതിനാൽ അദ്ദേഹത്തിന് തിടുക്കം കൂട്ടാൻ കഴിയില്ല. സിദ്ധരാമയ്യെ പോലെയുള്ള പരിചയസമ്പന്നനും മുതിർന്ന നേതാവുമായ ഒരാളെ സ്ഥാനഭ്രഷ്ടനാക്കുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് കോൺഗ്രസിന് നല്ലപോലെ അറിയാം. ഈ സാഹചര്യത്തിൽ ശിവകുമാറിന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനം പാർട്ടിയിലും സംസ്ഥാന അധികാരത്തിലും ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ വരികയാണ്. എങ്കിലും എന്നേക്കുമായി മുഖ്യമന്ത്രിയാകില്ല എന്ന് സിദ്ധരാമയ്ക്ക് അറിയാമെന്ന വസ്തുതയാണ് വിട്ടുവീഴ്ചയ്ക്ക് മറ്റൊരു കാരണമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ഉന്നതതലത്തിലെ തന്റെ അവസാന കാലാവധിയാണ് ഇതെന്ന് സിദ്ധരാമയ്യ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. മറ്റൊരു കാര്യം, 2028 തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അധികാരമാറ്റം സംഭവിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ഡൽഹിയിലെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കഴിയുമോ എന്നതാണ്. എന്നാൽ അതത്ര എളുപ്പമല്ല. ജാതി സമവാക്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പാർട്ടിയുടെ വീക്ഷണകോണിൽ നിന്നും സിദ്ധരാമയ്യെ മെരുക്കാൻ എളുപ്പമല്ല. ലിംഗായത്ത് വിഭാഗത്തിന്റെയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെയും വൊക്കലിംഗങ്ങളുടെയും ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു പ്രധാന ജാതി മത കൂട്ടായ്മ ഉൾക്കൊള്ളുന്ന അഹിന്ദ രാഷ്ട്രീയ സഖ്യത്തിന്റെ ഏറ്റവും ശക്തമായ നേതാവാണ് സിദ്ധരാമയ്യ. അതേസമയം OBC വൊക്കലിംഗ സമുദായത്തിന്റെ മുഖമാണ് ശിവകുമാർ. അതുകൊണ്ട് തന്നെ ഈ സമവാക്യങ്ങൾ പൊളിച്ച് ഒരു നീക്കം നടത്താൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അമ്പിനും വില്ലിനും അടുക്കാതിരുന്ന DKയെ കാച്ചിക്കുറുക്കിയ തന്ത്രം കൊണ്ട് വരച്ച വരയിൽ നിർത്തിയത് സോണിയാഗാന്ധി തന്നെയാണ്. DKക്ക് രാഹുൽ ഗാന്ധി അയച്ച ഒരു മെസ്സേജ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. കാത്തിരിക്കൂ, ഞാൻ വിളിക്കാമെന്ന്. ഏത് പ്രതിസന്ധിക്കും ഒരു ഒറ്റമൂലി കണ്ടെത്തി അതിനെ സമാധാനിപ്പിക്കാനുള്ള തന്ത്രം അവർ നേരത്തെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ ചിത്രമാണിപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്.